യെസ്, ഞാനൊന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂർ പാനൂർ പാറാട് അല്ലേ, വടിവാളുമായിട്ട് CPM പ്രകടനം, പ്രദേശത്ത് ആകെ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെ ആയിരുന്നോ അതിക്രമം? വിശദാംശങ്ങൾ മിഥുൻ. അനിൽ നമ്പ്യാർ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിലാണ് CPMകാർ പ്രദേശത്ത് വലിയ അക്രമം അഴിച്ചുവിടുന്നത്. കാരണം കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ CPM പരാജയപ്പെട്ടിരുന്നു. അവിടെ 9 സീറ്റ് മാത്രമാണ് CPMന് നേടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഭരണം നേടാനുള്ള ഒരു സീറ്റ് നിലയിലേക്ക് എത്താത്തൊരു സാഹചര്യമാണ് കുന്നോത്തുപറമ്പിൽ ഉണ്ടായത്. ഇതിൽ വിരളി കൊണ്ട് നാട്ടുകാരെ ഒന്നടങ്കം ഉപദ്രവിക്കുക എന്ന രീതിയിലേക്ക് CPMകാർ ഇറങ്ങുകയായിരുന്നു. ഒരു സംഘം മുഖം മറച്ച് ചുവന്ന തുണി കൊണ്ട് മുഖവും മറച്ച് വടിവാളുമായി കുന്നോത്തുപറമ്പ് മേഖലയിലാകെ കുന്നോത്തുപറമ്പിലെ പാറാട് മേഖലയിലാകെ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭീതി വിതച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ കണ്ണിൽ കണ്ട ഒക്കെ തച്ചു തകർത്തും വടിവാട് കൊണ്ട് വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചുമൊക്കെയായിരുന്നു ഒരു ഭീകരാന്തരീക്ഷം. മിഥുൻ, അവിടെ കെ പോലീസ് ഇല്ലേ? മിഥുൻ, കെ പോലീസ് ഇല്ലേ അവിടെ? പോലീസ് ഉണ്ടെങ്കിൽ പോലും പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതിന് മുകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് പ്രശ്നം തുടങ്ങാൻ കാരണം അവിടെ UDF ആണ് വിജയിച്ചത്. പഞ്ചായത്തിൽ 11 സീറ്റ് അവർ നേടി പഞ്ചായത്ത് CPMന്റെ കയ്യിൽ നിന്ന് പിടിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ ആ പ്രദേശത്ത് ഇവരൊരു ആഹ്ലാദ പ്രകടനം, UDFന്റെ നേതൃത്വത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് CPMകാർ എത്തുകയും അവർക്ക് നേരെ സ്ഫോടക വസ്തുക്കളൊക്കെ എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് അത് വലിയ സംഘർഷത്തിലേക്ക് പോവുകയും പാറാട്ടെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് അവർ തകർക്കുകയും ചെയ്തു. പിന്നീട് തൊട്ട് പിന്നാലെയാണ് ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ അടക്കം കയറിക്കൊണ്ട് വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഭീഷണി ഉയർത്തുന്നത്. അവിടെ പ്രദേശത്തെ കാറുകളൊക്കെ വെട്ടിപ്പൊളിക്കുകയും ആളുകളെ അടക്കം വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. CPMന്റെ സ്ഥിരം ക്രിമിനൽ സംഘങ്ങളിൽ പെട്ട ആളുകൾ ഉൾപ്പെടെ ഇതിലുണ്ട് എന്ന് പറയുന്നു. ശരത് എന്ന് പറയുന്ന ആളടക്കം, നൂറമ്പാലം സ്വദേശിയായ ശരത് എന്ന ക്രിമിനൽ അടക്കം ഈ സംഘർഷ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസുകാർ ഇവർക്കെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. ഓക്കെ മിഥുൻ, പാനൂരിലെ അതിക്രമത്തെക്കുറിച്ചാണ്, CPM അതിക്രമത്തെക്കുറിച്ചാണ് മിഥുൻ പിള്ള റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് BJP ഓഫീസ് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെ BJPയുടെ മുൻ വാർഡ് മെമ്പർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. കോഴിക്കോട് വളയത്ത് NDA സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. വളയം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന അനഖയുടെ വീടിന് നേരെയാണ് ആക്രമണം. അക്രമികൾ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നു. അതുപോലെ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. കൊല്ലം കടക്കലിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. നേരത്തെ ജനം TV റിപ്പോർട്ട് ചെയ്ത ആ അമ്പലം, അലോഷി വന്ന വിപ്ലവഗാനങ്ങൾ ആലപിച്ച അമ്പലം നിലനിൽക്കുന്ന ആ പ്രദേശത്ത് BJP വിജയമുണ്ടാക്കി. അതിൽ പ്രകോപിതരായിട്ടാണ് CPMന്റെ നേതൃത്വത്തിൽ വ്യാപക അക്രമം. BJPയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM ആക്രമണം. BJP പ്രവർത്തകരെ മർദ്ദിച്ചു. കോട്ടപ്പുറത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഇന്ദുലേഖയെ മർദ്ദിച്ചു. കുറ്റിക്കാട് വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന അനൂപിൻ്റെ വീടിന് സമീപം തീയിട്ടു. ബോർഡുകളടക്കം കത്തി നശിച്ചു. യെസ്, നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ വലിയ വ്യാപകമായിട്ടാണ് അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. CPMൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്.